Hi all, my name is Vincent David. This is a day 12 of creating no online business without any investment. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ലാൻഡിംഗ് പേജസ് ക്രിയേറ്റ് ചെയ്തു. വെബ്സൈറ്റ് അല്ല, ഇതൊരു വേറൊരു ടൈപ്പ് ഓഫ് ലാൻഡിംഗ് പേജാണ്. ഇതിനെ പറയുന്നത് മൈക്രോ ലാൻഡിംഗ് പേജസ് എന്നാണ്. അത് നമ്മൾ സെറ്റപ്പ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഡയറക്റ്റ്ലി ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ടൻറ് ക്രിയേഷനെ പറ്റിയാണ്. കണ്ടൻറ് ക്രിയേഷൻ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മറ്റുള്ളൊരു കണ്ടൻറ് എടുത്ത് റീപോസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് നൗ നമുക്കിപ്പോൾ അത് ഇറ്റ്സ് ഓക്കെ. കാരണം ഞങ്ങളിപ്പോൾ അധികം കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്ക് 1 or 2 hours ആണ് ഡെയിലി ഞങ്ങൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നൊരു ബെറ്റർ വീഡിയോ സംടൈംസ് ഞങ്ങളത് ഓൾട്ടർ ചെയ്യും, സംടൈംസ് ഡയറക്റ്റ്ലി ഞങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടി ബെറ്റർ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചും കൂടി ഹുക്ക് കിട്ടുന്ന, ഒരു 3 സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് ഹുക്ക് കിട്ടുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള റിസർച്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഞങ്ങൾ മെയിൻലി കുറച്ചധികം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്തു, അതിന് മുന്നത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു. ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ കണ്ടൻറ് ക്രിയേഷൻ ബെറ്റർ ആക്കുക, അത് ത്രൂ ഒരു സെറ്റ് ഓഫ് വ്യൂവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട്, ഒരു സെറ്റ് ഓഫ് ഫോളോവേഴ്സിനെ വ്യൂവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തെടുത്ത് അത് ത്രൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇത്രയും കൂടുതലും ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ മൾട്ടിപ്പിൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഫോക്കസ് ചെയ്യുന്നില്ല. അതിനുള്ള ഏറ്റവും വലിയ റീസൺ, കുറേ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഫോക്കസ് ചെയ്ത ഒരു കൺസിസ്റ്റൻസി ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലാണെങ്കിൽ കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് ആ ഒരു പ്ലാറ്റ്ഫോം മാത്രം ചെക്ക് ചെയ്യാം. അതിൻ്റെ അനലിറ്റിക്സും കാര്യങ്ങളെല്ലാം ഈസിലി ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ കണ്ടൻറ്റ് ക്രിയേഷനിലേക്ക് വരുമ്പോൾ ഒരു ബെറ്റർ കണ്ടൻറ്റ് ഞങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ് ഞങ്ങളിപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ത്രൂ ആണ് ഇനിയിപ്പോൾ ഞങ്ങൾ ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ കണ്ടൻറ് ക്രിയേഷനിൽ ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു ടെംപ്ലേറ്റ് ഉണ്ട്. അങ്ങനെ പതിയെ ഓരോ സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന ഡേ ഇന്ന വീഡിയോ, അല്ലെങ്കിൽ ഈ ടൈമിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ളൊരു സിസ്റ്റം, ഒരു കംപ്ലീറ്റ് സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റിലാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ ഡേ 12 ഓഫ് ക്രിയേറ്റിംഗ് ഓൺലൈൻ ബിസിനസ് വിതൗട്ട് എനി ഇൻവെസ്റ്റ്മെൻറ്റ്.